ഇന്ന് അംബുജാക്ഷനാണ്. എന്റെ പേരെഴുതിയിട്ട് വലത് ഭാഗത്ത് എന്റെ ജാതി എഴുതും. പൊലയൻ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ഒരു വെള്ള തൊപ്പിതാ, അത് ഞാൻ തലയിലോട്ട് വെക്കാം, എന്നിട്ട് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലാം. പിന്നെ അംബുജാക്ഷനെ പുലയ എന്ന് വിളിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഈ രാജ്യത്ത്? ഇത് നീതിയുടെ, സമത്വത്തിന്റെ ഒരു മതമാണ്. ഞാൻ ഇപ്പൊ മാറുന്നോ എന്നതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞത്, മുസ്ലിമായി മാറിയാൽ അവനെ പിന്നെ ജാതി പറഞ്ഞ് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ആയിരക്കണക്കിന് അടിമകളെ ഇസ്ലാം മോചിപ്പിച്ചു. അവനെ മതപണ്ഡിതനാക്കി മാറ്റി, അവരെ സ്വതന്ത്രരാക്കി മാറ്റി, അവന് സ്വത്ത് കൊടുത്തു. അത് ലോക സമൂഹമായി മാറി. പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ അടിമകളാക്കി പണിയെടുപ്പിച്ച് അടിച്ചമർത്തി കൊല്ലാങ്കൊലം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്കാരെ നിങ്ങൾ എന്തിനു മോചിപ്പിച്ചു? 1857 ശിപ്പായി ലഹള മുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെ വെള്ളക്കാരന് നേരെ നെഞ്ചു വിരിച്ച് കാണിച്ച ഒന്നും ഇവന്മാരല്ല, ഇവന്റെ ഒന്നും അപ്പൂപ്പന്മാരല്ല. വെള്ളക്കാരന് മുമ്പിൽ ഇരുമാറ് കാട്ടിയ, രക്തസാക്ഷികളാകാൻ തീരുമാനിച്ച, ആയിരക്കണക്കിന് രക്തസാക്ഷികളെ സമ്മാനിച്ച ഒരു സമുദായമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ. അത് മറക്കണ്ട പ്രിയമുള്ളവരെ. ഒരു RSSകാരനും ചരിത്രം എഴുതിയാൽ അവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ 47 വരെയുള്ള, അല്ലെങ്കിൽ 1857 മുതൽ 47 വരെ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഒരിക്കൽ പോലും ഒരു RSSകാരൻ, ഒരു സംഘപരിവാറുകാരൻ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി മരിച്ചിട്ടില്ല, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടില്ല. നേരെ മറിച്ച് അവന്റെയൊക്കെ നേതാക്കന്മാര്, സവർക്കറൊക്കെ പോർട്ട് ബ്ലെയറിൽ അവിടെ ആൻഡമാൻ നിക്കോബാറിലേക്ക് നാടുകടത്തിയപ്പോ അവിടെ കിടന്നുകൊണ്ട് വൈസ്രോയ്ക്ക് മാപ്പ് എഴുതി കൊടുത്ത് 6 പ്രാവശ്യം മാപ്പ് എഴുതി കൊടുത്ത് രാജ്യത്ത് ഒട്ടിക്കൊടുത്തവരാണ് സംഘപരിവാറുകാർ. അവരാണിപ്പോൾ ഈ രാജ്യത്ത് മുസ്ലിം വിരുദ്ധത പറയുന്നത്, മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ തന്നെ പറയുന്ന അനുസരിച്ച് ഹിന്ദുത്വ എന്ന് പറഞ്ഞ വീര സവർക്കറുടെ പുസ്തകമുണ്ടല്ലോ, 1923 പ്രസിദ്ധീകരിച്ചു. 1910 എഴുതി തുടങ്ങി. ആ പുസ്തകത്തിന്റെ 10, 11, 12 പേജുകൾക്കകത്ത് വീര സവർക്കർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദുത്വ പുസ്തകം. എന്താ? ഞങ്ങൾ വിശുദ്ധ രക്തമുള്ളവരാണ്, ശുദ്ധരക്തമുള്ള ആര്യന്മാർ. ഇന്ത്യക്കാരായിട്ടുള്ള ഈ കർമ്മന്മാരും ദ്രാവിഡരും അല്ല, ഞങ്ങൾ ശുദ്ധരക്തമുള്ള ആര്യന്മാരാണ്. ഞങ്ങൾ വിദേശത്തുനിന്ന് ആര്യന്മാര് മധ്യേഷ്യയിൽ നിന്ന്, യൂറോഷ്യയിൽ നിന്ന് വന്നവരാണ്. ഞങ്ങൾ വന്നിട്ട് വിവരമില്ലാത്ത ഇന്ത്യക്കാരായ ദസ്യുക്കളെയും ദാസന്മാരെയും അസുരന്മാരെയും ഒക്കെ ഞങ്ങൾ പരിഷ്കരിച്ചു. പിന്നീട് അവരുടെ മേൽ ഞങ്ങൾ അധികാരം സ്ഥാപിച്ചു. അവർ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വരേണ്യവർഗം എന്ന് പറയുന്ന ആര്യന്മാർ വന്ന കോലത്തിൽ നിൽക്കുക. ഇപ്പോഴും ഇവിടെയുള്ള മനുഷ്യരെ തൊടുകയില്ല, കല്യാണം കഴിക്കുകയില്ല. അഥവാ അബദ്ധത്തിൽ അവരിൽപ്പെട്ട ആരെങ്കിലും താഴോട്ട് മാറി പ്രണയിച്ചാൽ ദുരഭിമാന കൊലയെന്ന് പറഞ്ഞ് ആണായാലും പെണ്ണായാലും കേരളത്തിൽ പോലും വെട്ടിക്കൊല്ലും. കെവിനെ കോട്ടയത്ത് കൊന്നതും ഒരു കൊച്ചിനെ അരീക്കോട്ട് കൊന്നതും നമുക്കറിയാം. അപ്പൊ ഈ രാജ്യത്തെ അടിസ്ഥാന ജനതയോട്, തദ്ദേശീയരായ ഇന്ത്യൻ വംശജരോട് രക്തമിശ്രണത്തിലൂടെ ഇന്ത്യൻ ജനതയുടെ ഭാഗമാകാൻ ഇന്നും ആഗ്രഹിക്കാത്ത തങ്ങളുടെ വരേണ്യ വൈദേശിക സ്വത്വത്തെ ഇപ്പോഴും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു വിദേശ വംശ വിഭാഗമാണ് ഈ സംഘപരിവാർ കൊണ്ടു നടക്കുന്നത്. ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കണമെങ്കിൽ ഈ രാജ്യത്തെ ബ്രാഹ്മണനായ ചിത്പവൻ ബ്രാഹ്മണരുടെ സംഘടനയായ RSS എന്ന പ്രസ്ഥാനത്തിന് ആയുധമെടുത്ത് രഥയാത്ര നടത്തേണ്ടതും ഇഷ്ടിക ചുമന്ന് പള്ളി പൊളിക്കാൻ പോകേണ്ടതും RSSന്റെ കേരളത്തിലടക്കമുള്ള ആയിരക്കണക്കിന് ശാഖകളിൽ കുറുവടി കറക്കേണ്ടതും, അതിനൊക്കെ ഈ രാജ്യത്ത് ദളിതര് വേണം, പട്ടികജാതിക്കാർ വേണം, ആദിവാസികൾ വേണം, പിന്നോക്കക്കാർ വേണം, ആശാരി മൂശാരിയും തട്ടാനും ഈഴവനും വേണം. എന്നാൽ ഈ പിന്നോക്കക്കാരന് ചരിത്രത്തിൽ ആദ്യമായി അർഹതപ്പെട്ട അധികാരം 27% കൊടുക്കണമെന്നൊരു കമ്മീഷൻ പറഞ്ഞപ്പോൾ ആ കമ്മീഷനെ അട്ടിമറിക്കാൻ ഉത്തരേന്ത്യയിൽ വർഗീയ കലാപം നടത്തി. അതിന് ഉദ്യോഗം തരില്ല എന്ന് പറഞ്ഞ് ഈഴവന്റെ എതിരെ കുറുവടിയെടുത്താൽ ഈ RSSന്റെ ഗൂഢാലോചന തകരും. 4-3 പേരേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ അവൻ്റെതാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, അവരെഴുതി വെച്ചേക്കുന്ന അറിയല്ലോ. എന്താണ്? സംസ്കൃതത്തിൽ എഴുതി വെച്ച. പണ്ടൊക്കെയാണ് എനിക്കോ നാരായണ ഗുരുവിന്റെ ജാതിയിൽപ്പെട്ട ഈഴവർക്കോ അല്ല അയ്യങ്കാരുടെ മക്കൾക്കോ ഒന്നും സംസ്കൃതം പഠിക്കാൻ പറ്റത്തില്ല. സംസ്കൃതം ഈ ദേവഭാഷയാണ്. ഖുർആൻ എഴുതിയിരിക്കുന്ന അറബിയിലാണ്. അല്പം അറബി പഠിച്ചാൽ എനിക്കും വേണമെങ്കിൽ ചൊല്ലാം, പ്രശ്നമൊന്നുമില്ല. എൻ്റെ നാക്കൊന്നും ആരും പിഴുത് കളയത്തില്ല. കളയോ? ആരും പിഴുത് കളയില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാൻ റഹീം എന്ന് അംബുജാക്ഷൻ പറഞ്ഞാൽ ആരും എന്നെ
എൻ്റെ ചെവിയിൽ ഈ ഒരുക്കി ഒഴിക്കില്ല, എൻ്റെ നാക്കും പിഴുതുകളയില്ല. ഇതൊക്കെ ആർക്കും പഠിക്കാം, അതാണ് പ്രശ്നം. നേരെ മറിച്ച് സംസ്കൃതം പഠിച്ചാലോ, ഇവിടുത്തെ പഴയ ഭരണഘടന മനുസ്മൃതി എഴുതി വെച്ചിട്ടുണ്ട്, വേദം ഉച്ചരിക്കുന്ന ശൂദ്രന്റെ നാവ് പിഴുതു കളയണമെന്നാണ് പറയുന്നത്. എത്ര വലിയ ക്രൂരതയാണ്! ABCD പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആരുടെയും നാവ് പിടിച്ച് വലിച്ചു കീഴുമോ? നമ്മൾ അവനെ പറഞ്ഞു പഠിപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത്. അതല്ലേ വിദ്യാഭ്യാസം, അതല്ലേ സംസ്കാരം. ഇവരുടെ സംസ്കാരം അവരെഴുതി വെച്ചിട്ടുണ്ട്. ആ സംസ്കാരത്തെക്കുറിച്ചാണ് വിചാരധാരയിൽ പറയുന്നത്. ലോകത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഏറ്റവും ഉദാത്ത ഭാവന മനുസ്മൃതി എന്ന് പറയുന്ന ഇന്ത്യയിലെ നിയമഗ്രന്ഥത്തിലാണ്. ഈ അംബേദ്കർ എഴുതിയ ഭരണഘടനയൊന്നും കൊള്ളില്ല. ഞങ്ങളുടെ നിയമം മനുസ്മൃതിയാണ് ഇന്ത്യക്ക് വേണ്ടത്, ലോകത്തിന് വേണ്ടത്. വിചാരധാരയ്ക്കകത്ത് ഗോൾവാൾക്കർ പറഞ്ഞതാണ്, വേദം കേൾക്കുന്ന ശൂദ്രന്റെ കാതിൽ ഈയമുരുക്കി ഒഴിക്കണം. എന്തിനാണ്? ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ചാൽ പോരെ? പച്ചവെള്ളം ഒഴിച്ചാൽ പോരാ, പച്ചവെള്ളം തിളപ്പിക്കാൻ 100 ഡിഗ്രി മതി. ഈയമാണെങ്കിൽ 200 ഡിഗ്രിക്ക് മുകളിൽ ചൂടുണ്ടെങ്കിലേ ഈയം ഉരുകത്തുള്ളൂ. എന്നിട്ട് മനുസ്മൃതി 10-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഈയത്തോടുകൂടി ഉരുക്കും ചേർക്കണം. അരക്കും ഈയവും കൂടി ചേർത്തിട്ട് ഈ വേദം ABCD എങ്ങാണം നഴ്സറി സ്കൂളിന്റെ മുമ്പിലൂടെ ഈഴവനോ അല്ലെ നായര് പോലും പോയാൽ അവന്റെ കാതിൽ ഉരുക്കി ഒഴിച്ചു കൊടുക്കണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതായിരുന്നു. പഠിക്കാൻ പറ്റുകയില്ല, അറിവ് പറ്റുകയില്ല. ആ അറിവ് നിഷേധിച്ചു ഈ വലിയ അത്തരത്തിലുള്ള ചാതുർവർണ്ണ്യം. അങ്ങനെ നിഷേധിക്കപ്പെട്ട ഈ രാജ്യത്തെ പിന്നോക്കക്കാരന്, ഈഴവരാതി പിന്നോക്കക്കാരന് കുമാരനാശാൻ പാടിയിട്ടില്ലേ ഇവിടെ? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കാണാൻ പോലും പറ്റില്ല. തമിഴ്നാട്ടിലേക്ക് പോകൂ. ഈ അടുത്ത കാലത്ത് ഒരു വലിയ മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. ഒരുപാട് ദലിതർ ചത്തു. എന്താ കാര്യം? ദലിതരെ ഞങ്ങൾക്ക് കാണണ്ട, കണ്ടാൽ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരെന്ന് അന്ന് കുമാരനാശാൻ എഴുതി. ഇസ്ലാമിന്റെ വിശുദ്ധ പ്രഖ്യാപനം നടത്താൻ പ്രവാചകൻ തീരുമാനിക്കുന്ന ഒരു സന്ദർഭം. അതിന് അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോഴും തെരഞ്ഞെടുത്തത് അവരെ ആരുമല്ല. പ്രവാചകൻ തെരഞ്ഞെടുത്തത് ദലിതനായ എന്റെയൊക്കെ വംശത്തിൽപ്പെട്ട ബിലാലിനെയാണ്, എൻ്റെ മൂത്താപ്പയാണ്. ബിലാലിനെയാണ് തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ആ ബിലാൽ പ്രവാചക തിരുമേനി തോള് കൊടുത്തിട്ട് അതിൽ ചവിട്ടി വിശുദ്ധ കവാലയത്തിന്റെ മുകളിൽ കയറി ലോകത്തോട് വലിയൊരു ആദർശത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നത് കറുത്തവനാണ്, ദളിതനാണ്, അവർണനാണ്. അവർണന്മാരെ ചരിത്രത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എതിരേറ്റുകൊണ്ടുവരുന്ന മാനവീയതയുടെ സംസ്കാരം അത് ചാതുർവർണ്ണ്യമല്ല. ചാതുർവർണ്ണ്യം പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ തുടരുത്, പിടിക്കരുതെന്നൊക്കെയാണ്. ഇതങ്ങനെയല്ല. അത് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ എന്നെ ആകർഷിച്ചൊരു വാക്യമുണ്ട്, മുസ്ലിങ്ങളോട് എന്താണ് ഈ ദളിതർ ഇത്ര ചേർന്ന് നിൽക്കുന്നത് എന്നും ഈ മുസ്ലിങ്ങളോട് ഇത്രത്തോളം വെറുപ്പ് ഇന്ത്യയിലെ RSSകാർക്ക് എന്താണെന്നും ഉള്ളതിന്റെ ഉത്തരം ഈ വാക്യത്തിനകത്തുണ്ട്. ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരെ അനുഗ്രഹിക്കാനും അവരെ മണ്ണിന്റെ അനന്തരാവകാശികളാക്കാനും ഉദ്ദേശിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവരെയാണ് കൂടുതൽ അനുഗ്രഹിക്കുക. അവർക്കാണ് ഈ ലോകത്തിന്റെ അനന്തരാവകാശികളാകാനുള്ള യോഗ്യത എന്ന് വിശുദ്ധവാക്യം പറയുന്നുവെങ്കിൽ, ആസാദിനെ പോലുള്ള ആൾക്കാർ ചരിത്രത്തിൽ അങ്ങനെ വരുന്നുവെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു പക്ഷേ ആദ്യം അവർ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിങ്ങളെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒന്നാമത്തെ ശത്രുവിനെ വേണമല്ലോ. ആദ്യം ഒരു വലിയ തടസ്സം മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതാണ് മാറ്റുക. അതങ്ങ് മാറ്റിയാൽ പിന്നെ ചെറിയ തടസ്സങ്ങൾ താനേ പൊക്കൊള്ളും എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഏറ്റവും വലിയ തടസ്സമാണ്. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇങ്ങനെ ഏറ്റവും വലിയ തടസ്സമായി പോയതിന്റെ കാരണം വേറൊന്നുമല്ല. മുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? ഇവിടെ ഇന്ത്യയിലേക്ക് വിദേശ ശത്രുക്കൾ എന്ന് പറയാവുന്ന അല്ലെ വിദേശികൾ വന്നപ്പോൾ അവരെയൊക്കെ നേരിടാൻ ഇന്ത്യക്കാർക്ക് കഴിഞ്ഞില്ല. എന്താ കാര്യം? എല്ലാവർക്കും ഇവിടെ ആരോഗ്യമുള്ള ദളിതരുണ്ട്, പിന്നോക്കക്കാരുണ്ട്. പക്ഷേ ക്ഷത്രിയന് മാത്രമേ ആയുധം എടുക്കാൻ പറ്റുള്ളൂ, അവരാകട്ടെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഭൂരിപക്ഷം വരുന്ന കരുത്തുള്ള അധ്വാനിക്കുന്നവന് ആയുധം എടുക്കാൻ പറ്റില്ലെന്ന് ചാതുർവർണ്ണ്യം പറഞ്ഞു, ജാതിവ്യവസ്ഥ പറഞ്ഞു. അതുകൊണ്ട് ജാതിവ്യവസ്ഥ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യം പോയി. 800 വർഷക്കാലം മുഗളന്മാര് ഭരിച്ച രാജ്യമല്ലേ ഇത്? അന്നെങ്ങാണം മുഗളന്മാർ അക്ബർ ചക്രവർത്തിയോ ഔറംഗസീബോ വല്ലോ അവർ NRC കൊണ്ടു